അങ്ങനെ അറിഞ്ഞത് പലരും പലരുടെയൊക്കെ അത്യാവശ്യം വിജയരോടൊക്കെ ചോദിച്ചത് പടം ഇഷ്ടപ്പെട്ടോ? പടം കണ്ടോ? ഹാപ്പി അല്ലേ? പേടിച്ചിട്ടാണ് ഉണ്ടായത്. എറണാകുളം ഗ്ലോബലിന്റെ സന്തോഷത്തിന്റെ പേരിൽ ഈ അടുത്ത 100 ഞങ്ങൾ കേക്ക് നിർത്തുന്നതാണ്. അരുൺ എവിടെ? അരുൺ അരുൺ അതിന്റെ വീഡിയോ കുറുക്കിനെ
അപ്പൊ പണ്ടേ പടക്കളത്തിനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് പടക്കളത്തിന്റെ ഒരു ഇന്റർവ്യൂ വന്നപ്പോഴാണ് അതിനകത്ത് പറഞ്ഞിരുന്നു എന്റെ ഒരു സാധനം വരുന്നുണ്ട് വിജയസാറിനോട് പറഞ്ഞത്. പക്ഷെ എനിക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ആ പുറത്ത് പറയാൻ പറ്റുന്ന സാധനമാണ് ഇപ്പോഴേ ഈ തിയേറ്ററിൽ ഇത്രയും ഓളം ഉണ്ടാക്കിയിരിക്കുന്നത്. വെരി എക്സൈറ്റഡ്, ഭയങ്കര സന്തോഷം. ഞാൻ അന്ന് ഇത് തന്നെയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ അതെ 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 അപ്പം സാറ് ഒരു ഫണ്ണായിട്ട് പറഞ്ഞതാണ്. പക്ഷെ അത് ശരിക്കും ഏപ്പടം തന്നെയായിരുന്നു, ആസ് എൻ റേറ്റഡ് ആണ്. സോ ഭയങ്കര സന്തോഷം, ഭയങ്കര സർറിയൽ. അപ്പം ഞാനത് സാറിനെ പിന്നീട് വിളിച്ചിങ്ങനെ പറഞ്ഞായിരുന്നു, സാർ ഇങ്ങനെ ഏപ്പടം തന്നെയാണ് അത് എന്ന് പറയാം. അപ്പോൾ പുള്ളി പറഞ്ഞു ഓക്കെ സന്തോഷം. സോ വെരി സർറിയൽ, ഭയങ്കര നല്ല അഭിപ്രായങ്ങൾ കിട്ടുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അടിപൊളി റെസ്പോൺസ്. സോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ക്യാരക്ടറിന് ഇത്ര ഒരു സ്വീകരണം കിട്ടുമെന്ന്. സോ വെരി ഹാപ്പി, താങ്ക് യു. ഇപ്പം എല്ലാവരും അറിഞ്ഞു, സന്തോഷം ഭയങ്കര ഹാപ്പി, നല്ല റിസപ്ഷൻ എല്ലായിടത്തും. ഒരുപാട് നാളെ തേടി നടന്നൊരു ഡയറക്ടറാണ് നിങ്ങൾ, രാഹുൽ സദാശിവൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ കേക്ക് മുറിച്ചിട്ട് അദ്ദേഹം ആദ്യം വയലെടുത്ത് വെച്ചിരുന്നത് ചേട്ടനാണ്, ശിവൻ ചേട്ടനാണ്. എന്ത് തോന്നുന്നു അദ്ദേഹത്തിന്റെ പടത്തിൽ അഭിനയിച്ച് ഇത്രയും വലിയൊരു സ്വീകരണം ലഭിച്ച ഈ ഒരു അവസരത്തിൽ? ഏറ്റവും സന്തോഷം തന്നെയല്ലേ. ഞാൻ ഏറ്റവും ആഗ്രഹിച്ചൊരു ഡയറക്ടറാണ്. അപ്പം അതിൻ്റെ സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ട്. അത് തന്നെയാണ്. വേറെ ഈ പടത്തിനെ പറ്റിയിട്ട് എന്താ, ഞാനൊട്ടും ഈ എന്തോ വളരെ ഈ ഒരു ക്യാരക്ടറിൻ്റെ ആളിനെ തിരക്കി നടന്ന സമയത്ത് വളരെ യാദൃച്ഛികമായിട്ട് ആ ടീമിലേക്ക് ചെന്ന് പെട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നല്ലൊരു വിജയത്തിൻ്റെ ഭാഗമായി വളരെ സന്തോഷം. അഭിനയിക്കുമ്പോൾ ഇത്രയും വലിയൊരു സക്സസ് ആവും, ഇങ്ങനെ വലിയൊരു ക്രൗഡിന് മുമ്പിൽ നിൽക്കേണ്ടി വരും എന്നങ്ങനെ പ്രതീക്ഷ? അല്ല, അങ്ങനെയല്ല. പടം ആര് അഭിനയിച്ചാലും നമ്മൾ ഏത് സിനിമയിൽ അഭിനയിച്ചാലും നല്ലൊരു വിജയമാവണമെന്നല്ലേ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോൾ ഈ സിനിമയും എനിക്ക് അത്രയും സ്പെഷ്യലായിരുന്നു. കാര്യം ഈ ഡയറക്ടറിൻ്റെ അടുത്ത് ഞാൻ ഈ ഒരു ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലും ഒരു വേഷം ഒരു സീനെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിച്ച് നടന്നിരുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പടത്തിലെ ഇങ്ങനെ ഒരു ക്യാരക്ടർ ഇട്ട് തന്നെ പ്രണവുമായിട്ടുള്ള ഒരു കോംബോ, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യോ? സന്തോഷം. അല്ല, അത് വേറൊന്നുമില്ല. എനിക്കെന്താ, നമ്മളൊരു സാധാരണ ഒരു ആക്ടർ തന്നെയാണ് അദ്ദേഹം. അപ്പം അല്ലാതെ വേറൊരു സംഭവമൊന്നുമില്ല. വളരെ പെട്ടെന്ന് എനിക്ക് സിങ്ക് ആവാൻ പറ്റി. ഒന്നുമില്ല, അയാൾക്ക് ഇതിനു മുമ്പുള്ള സിനിമകളിലൊക്കെ ചെയ്യേണ്ട കറക്റ്റ് രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം ഇതിലും ചെയ്തു. അപ്പോൾ അതിൽ മറ്റൊന്നിൽ അഭിനയത്തിൽ കുറവെന്നോ ഇതിൽ കൂടുതലൊന്നോ അല്ല. അയാൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് എല്ലാ സിനിമയിലും ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷേ എല്ലാ പ്രേക്ഷകരും പറയുന്ന പ്രണവിൻ്റെ ഒരു നല്ല ലെവൽ, അത് ഈ പടം ഈ രീതിയിലുള്ള പടം ആയതുകൊണ്ട് അങ്ങനെ അദ്ദേഹം അഭിനയിച്ചു. അത് ഏറ്റവും നല്ല രീതിയിൽ വന്നു. അതെല്ലാവർക്കും സന്തോഷം. ശരി, സന്തോഷം കേട്ടോ. മറ്റുള്ള ഓരോരോ മൂവിയായിട്ട് ഇത് കമ്പയർ ചെയ്യാൻ പറ്റും? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഓരോ പടമല്ലേ. ഇത് രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആളെങ്ങനെ എടുക്കുന്നുള്ളത് നമുക്കറിയാമെന്നുള്ളതല്ലേ. അത് ഓരോ സിനിമയിൽ അദ്ദേഹം ഇങ്ങനെ മാറി ഓരോ തരത്തിൽ ഹൊററിനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഈ സിനിമയിൽ നമുക്കൊക്കെ വേഷം കിട്ടി. സന്തോഷം, അത്രേ ഉള്ളൂ. ഓക്കെ.